നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് വെളിയങ്കോട് ഒരു ഭഗവതിയുടെ കളം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്പലത്തിന് പുറകിലുള്ള കടലും അതിൻ്റെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാച്ചിട്ട് ഇറങ്ങിയതാണ്. കഴിഞ്ഞ കൊല്ലവും ഇത് കാണാൻ ഞങ്ങൾ വന്നിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ കുട്ടികളെ ഞങ്ങളെ കൊണ്ടുപോയി. ഈ വട്ടം ഞങ്ങൾ നേരത്തെ വരാം ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആരും ഏറ്റിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ആളുകൾ മീൻ പിടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. നല്ല ഏരിയ ഉണ്ട് അവിടെ, കടലിൽ നിന്ന് വെള്ളം കയറി വരുന്നൊരു ഭാഗമാണിത്. നമുക്ക് അങ്ങോട്ട് നടക്കാം. അങ്ങനെ ബീച്ചിൻ്റെ അവിടേക്ക് എത്തി. ഉച്ചനേരമൊക്കെ ആയ കാരണം ഇവിടെ ആളുകളൊന്നും ഇല്ല. പിന്നെ ഇവിടെ അങ്ങനെ ടൂറിസ്റ്റ് പോലെ അങ്ങനെ ആരും അധികം വരില്ലെന്ന് തോന്നുന്നു. ഇവിടെ നിറച്ച് ഈ കക്കയുടെ തൊണ്ട് എടുക്കേണ്ടത് കല്ലുമ്മക്കായുടെ തോന്നൂല. എന്തായാലും ഞാൻ കുറേ പറക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല വെയിലാട്ടോ ഇവിടെ, അത് പിന്നെ പറയണ്ടല്ലോ പ്രത്യേകം. ഇതാ ഈ വെള്ളം ഒഴുകി പോകണുണ്ട്, അതുവഴിയാണ് കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറുക. അതുപോലെ തിരിച്ച് കടലിലേക്ക് വെള്ളം പോണത് ഇതിൽ കൂടി തന്നെയാണെന്നാണ് പറഞ്ഞത്. 3 ചേട്ടന്മാർ വല വീശുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പരിപാടികളൊക്കെ കുറേ നേരം കണ്ടുന്നു. ഇതിലൊരു ചെറിയ മീനുണ്ട്, അതിൻ്റെ പേര് മറന്നു. എന്തോ ഒരു പ്രത്യേക പേരാൾ പറഞ്ഞത്, ഞാൻ അധികം കേട്ടിട്ടില്ല അത്. പിന്നെ വരും വഴി ഞണ്ടുകളെ കണ്ടു കുറേ. ഇവിടെ കുറേ ചെറിയ ഞണ്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത കണ്ട, ഒരു കാല് വലുതാ. മാമൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അത് അവറ്റയുടെ പൊത്തിലേക്ക് പോയ എളുപ്പത്തിനാണ് അത്ര. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് പോകുമ്പോൾ ആ വീട്ടിലത്തെ ആ അമ്പലത്തിലത്തെ പയ്യൻ ആ വഴിയിലുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങോട്ട് വരുമായിരുന്നു. ആരേനും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ പുറകിലേക്ക് പോയി. അപ്പോഴാണ് കുതിരയുടെ ഒരു ശബ്ദം കേട്ടത്. അപ്പോൾ കൂടെയുള്ള ഉണ്ണി പറഞ്ഞു കുതിരയുണ്ടെന്ന്. എന്നിട്ട് അവൻ ഞങ്ങളതിനെ കുതിരേനെ കാണിക്കാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോയി ഞങ്ങളുടെ ജോലികളെല്ലാം തുടങ്ങി. കളം വരെ കഴിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി കൊടുത്തു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.